നമസ്കാരം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ഓം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞത് ശന്തനുവിൻ്റെ ആദ്യ പുത്രനായ ഭീഷ്മർ, അതായത് ഗംഗയുടെ പുത്രൻ, അദ്ദേഹത്തിൻ്റെ അനുജന്മാരായ ചിത്രാംഗതനെയും വിചിത്രവീര്യനെയും വളരെയധികം സ്നേഹിച്ച് ലാളിച്ചു. ദാശരാജാവ് ശന്തനുവിൻ്റെ കാലശേഷം സ്വയം രാജാവായില്ല ഭീഷ്മർ ചിത്രാംഗതനെ രാജാവായി ഉപരോധിച്ചു. എന്നിട്ട് അദ്ദേഹം ദേവവ്രതനെന്ന് പ്രസിദ്ധനായി തീർന്നു. ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല എന്ന ഭീഷ്മ ശബ്ദമൊക്കെ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ടല്ലോ. അങ്ങനെ അദ്ദേഹം ദേവവ്രതനെന്ന് പ്രസിദ്ധനായി തീർന്നു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദിക്കുന്നത് നോക്കാം. ശ്ലോകം 20. ചിത്രാംഗതസ്തു വീര്യേണ പ്രമത്ത പരദുഃഖദഃ ബഭൂവ ബലവാൻ വീര സത്യവത്യാത്മജശുചിഃ. സത്യവതി സുതനായ ചിത്രാംഗതൻ ബലം കൊണ്ട് ഉന്മത്തനും ശത്രുക്കൾക്ക് ദുഃഖമുണ്ടാക്കുന്നവനും ശുദ്ധനും വീരനും ബലവാനുമായിരുന്നു. ശ്ലോകം 21. അഥൈകഥാ മഹാബാഹു സൈന്യേന മഹദാവൃതഃ പ്രജചാര വനോദ്ദേശാൻ പശ്യൻ വധ്യാൻ മൃഗാൻ രുരൂൻ. അക്കാലത്തൊരിക്കൽ മഹാബാഹുവായ ചിത്രാംഗതൻ അനേകം സൈന്യങ്ങളോടുകൂടി വേട്ടയാടാൻ വനപ്രദേശങ്ങളിൽ മാൻ, രുരു തുടങ്ങിയ മൃഗങ്ങളെ തേടി നടന്നു. ശ്ലോകം 22. ചിത്രാംഗതസ്തു ഗന്ധർവോ ദൃഷ്ട്വാ തം മാർഗകം നൃപം ഉത്തതാരാന്തികം ഭൂമേർ വിമാനപരമാസ്ഥിതഃ. വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ചിത്രാംഗതനെന്ന ഒരു ഗന്ധർവൻ ആ വഴിക്ക് പോകുന്ന രാജാവിനെ കണ്ടിട്ട് വിമാനം താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ശ്ലോകം 23. തത്രാഭൂച്ച മഹദ്യുദ്ധം തയോ സദൃശവീര്യയോഃ കുരുക്ഷേത്രേ മഹസ്ഥാനെ 3 വർഷാണി താപസ. ഹേ താപസ, തുല്യവീരന്മാരായ അവർ തമ്മിൽ ആ കുരുക്ഷേത്രത്തിൽ വെച്ച് 3 വർഷം നീണ്ടുനിന്ന യുദ്ധം ഉണ്ടായി. ശ്ലോകം 24. ഇന്ദ്രലോകമവാപാശു ഗന്ധർവേണ ഹതോരണേ ഭീഷ്മ ശ്രുത്വാ ചകാരാശു തസ്യൈർധ്വദൈഹികം തഥാ. ആ യുദ്ധത്തിൽ ഗന്ധർവനാൽ കൊല്ലപ്പെട്ട ചിത്രാംഗത മഹാരാജാവ് സ്വർഗം പൂകി. അതറിഞ്ഞ ഭീഷ്മർ അദ്ദേഹത്തിന് വേണ്ട പരലോക ക്രിയകൾ ചെയ്തു. ശ്ലോകം 25. ഗാംഗേയ കൃതശോകസ്തു മന്ത്രിഭിഃ പരിവാരിതഃ വിചിത്രവീര്യനാമാനാം രാജ്യേശം ചകാരഃ. ദുഃഖിതനായ ഗാംഗേയൻ മന്ത്രിമാരോട് ആലോചിച്ച് വിചിത്രവീര്യനെ രാജാവായി വാഴിക്കുകയും ചെയ്തു. ശ്ലോകം 26. മന്ത്രിഭിർബോധിതാ പശ്ചാത് ഗുരുഭിച്ഛ മഹാത്മഭിഃ സ്വപുത്രം രാജ്യകം ദൃഷ്ട്വാ പുത്രശോകഹതാപി ച. പുത്രവിരഹത്താൽ ദുഃഖിതയാണെങ്കിലും മന്ത്രിമാരും പിന്നെ മഹാത്മാക്കളായ ഗുരുജനങ്ങളും സ്വാന്തനപ്പെടുത്തിയതുകൊണ്ടും തൻ്റെ മകൻ രാജാവായത് കണ്ടതുകൊണ്ടും സത്യവതി സന്തോഷിച്ചു. ശ്ലോകം 27. സത്യവത്യതിസന്തുഷ്ട ബഭൂവ വരവർണിനി വ്യാസോപി ഭ്രാതരം ശ്രുത്വാ രാജാനാം മുദിതോഭവത്.
വരവർണ്ണിനിയായ സത്യവതി അധികം സന്തോഷിച്ചു. വ്യാസനും തൻ്റെ സഹോദരനെ രാജാവായി വാഴിച്ചതറിഞ്ഞ് സന്തുഷ്ടനായി തീർന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.